പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എക്സോഡസ് 23:20 ഫോളോയിങ്. എക്സോഡസ് പുറപ്പാട് 23-20 മുതൽ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവരുടെ വാക്ക് കേൾക്കണം. അവനോട് വിചലിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എന്റെ നാമം അവനുണ്ട്. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്, അവരുടെ പ്രവർത്തികൾ പോലെ പ്രവർത്തിക്കരുത്. അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്തു കളയണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയമായിരിക്കാനായി കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ചാൽ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മോട് ഇന്ന് രാത്രി പറയുക, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ആ ആരാധനയാണ് ദൈവമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവിന് സ്തോത്രം. നമ്മള് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ സഭയിൽ വന്നതിന് ശേഷം ഈ സഭയിലെ ദൈവമക്കൾ തന്നെ ഒരുപാട് പേര്, 1, 2, 3 ഒന്നുമല്ല, അതിൽ കൂടുതൽ ആളുകൾ എന്നോടും ഈ സഭയിലെ പ്രാർത്ഥനയെ കുറിച്ച് എന്നോട് പരാതി പറഞ്ഞു. ആ അച്ഛനെ അനുഗ്രഹിക്കണേ, ഈ അമ്മാമ്മയെ അനുഗ്രഹിക്കണേ, ആ അപ്പച്ചനെ അനുഗ്രഹിക്കണേ, ഈ അമ്മച്ചിയെ അനുഗ്രഹിക്കണേ, ആ പാസ്റ്ററെ അനുഗ്രഹിക്കണേ, ഈ പാസ്റ്ററെ അനുഗ്രഹിക്കണേ, ആ അച്ഛനെ പിടിവിക്കണേ, ഈ അച്ഛനെ പിടി, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അങ്ങ് മടുത്തെന്നാണ് ഒത്തിരി പേര്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അത് കുറച്ചൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാമെങ്കിൽ അത് നല്ലതാണ്. കാരണം ഈ മടുക്കുന്ന പ്രാർത്ഥന പിന്നെ പ്രാർത്ഥിക്കരുത്. അതെ, ഇദ്ദേഹം പുതിയ ഉപദേശം കൊണ്ടുവന്നു. പിന്നെ ഞാനത് പറയാനും ഒരു കാരണമുണ്ട്. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വേദപുസ്തക പ്രകാരമേ പറയുന്നു. കർത്താവിന് സ്തോത്രം. ഈ വേദ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ കുറെ പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ ഒരു മോഡലും പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച കുറെ പ്രാർത്ഥനകളും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ എങ്ങും നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പോലെ അച്ചാനെ അനുഗ്രഹിക്കണേ, അമ്മച്ചിയെ അനുഗ്രഹിക്കണേ, അമ്മച്ചിയുടെ രോഗം പിടിക്കണേ, അപ്പച്ചന്റെ രോഗം പിടിപ്പിക്കണേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ കാണുന്നില്ല. അതിന്റെ അർത്ഥം അവർക്കാർക്ക് രോഗമില്ലായിരുന്നെന്നാണോ? അല്ല, രോഗം ഉണ്ടായിരുന്നു. ഒരാളെ മരിക്കുന്ന സ്ഥിതിയിൽ വരെ ഇവിടെ വിട്ടേച്ചു പോയെന്ന് പൗലോസ് പറഞ്ഞു. പൗലോസിന് തന്നെ വല്ലാത്ത രോഗം ഉണ്ടായിരുന്നു. അത് പലർക്കും നാണക്കേടായിരുന്നു. തന്റെ ശുശ്രൂഷയ്ക്ക് പലപ്പോഴും അതൊരു തടസ്സമായിരുന്നു. എന്നാൽ ആ തടസ്സമായിട്ടും പൗലോസ് പറഞ്ഞില്ല, എന്റെ രോഗം വളരെ കലശലാണ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരൊറ്റ ലെറ്റർ പോലും പൗലോസ് എഴുതിയതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. ഇത് വേറെ വല്ലയിടത്തും ലെറ്ററിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് അറിയത്തില്ല.
ഉള്ള കത്തിനകത്തെങ്ങും ഇല്ല. സ്തോത്രം. പിന്നെ അതിന്റെ ബാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കുക, പെന്തക്കോസ്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. 1950-ലും 1960-ലും 1970-ലെയും പെന്തക്കോസ്തുകാർ എങ്ങനെയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അത് കഴിഞ്ഞാൽ ഞാൻ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവര് 10, 20, 30, 40 പേര് ഒരിടത്ത് ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്? ഇപ്പൊ എണ്ണയൊന്നും പൂശത്തില്ലായിരിക്കും. എണ്ണ പൂശുന്ന ചില സമയങ്ങളിലൊക്കെ ഉള്ളു, എല്ലായ്പ്പോഴും എണ്ണ പൂശാറില്ല. അവരെണ്ണ കൊണ്ട് വരാറുമില്ലായിരുന്നു. ചില സമയങ്ങളിലൊക്കെ എണ്ണ പൂശാറുണ്ട്. അവര് നമ്മളെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ പച്ചയായിട്ട് അവിടെ ഇരുന്നിട്ട് അവര് മുഖത്ത് നോക്കി പറയാം, അച്ചായന് വല്ലവരോടും എന്തെങ്കിലും മനസ്സിൽ വെച്ച് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഇപ്പോൾ ഇവിടെ വെച്ച് ശുദ്ധീകരണം പ്രാപിക്കേണ്ട കാര്യങ്ങളൊക്കെ ശുദ്ധീകരണം പ്രാപിച്ചാട്ടെ എന്ന് പറയും. സ്തോത്രം. ഹല്ലേലൂയ. ചിലരൊക്കെ അന്നേരം ഇച്ചിരി കടുപ്പിടുത്തമൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ മിക്കവാറും എല്ലാവരും അവിടെ വെച്ച് ആ കാര്യങ്ങൾക്കൊക്കെ ക്രമീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, ദൈവസന്നിധിയിൽ അനുദപിച്ച്, കരഞ്ഞ്, കാര്യങ്ങൾക്ക് പരിഹാരമായി രോഗശാന്തി ആ ഒറ്റ മീറ്റിങ്ങിന് തന്നെ, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ആ മീറ്റിങ്ങിന് തന്നെ രോഗശാന്തിയുമായിട്ടാണ് അവര് പോയിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പ്രാർത്ഥിച്ചത് ഇവിടുത്തെ രോഗികളെ എല്ലാം സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞതല്ല പ്രാർത്ഥിച്ചത്. പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ എല്ലാവരുടെയും കണ്ണു പൊട്ടിക്കിടക്കുക, ഇവരുടെ എല്ലാം കണ്ണൊന്ന് തുറക്കണേ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. നമുക്ക് അത്യാവശ്യം അതാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്റെ അന്ധത അകറ്റണമേ എന്നാണ് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്റെ കണ്ണു തുറക്കണേ കർത്താവേ, എന്നെ പഠിപ്പിക്കണേ കർത്താവേ എന്നാണ് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്നും അത് പ്രാർത്ഥിച്ചത്. കർത്താവിന് സ്തോത്രം. എനിക്ക് കർത്താവേ കാര്യങ്ങളെ ആത്മീയനായി കാണാൻ എനിക്ക് കഴിയണം. ഹല്ലേലൂയ. അതിന് ഉള്ളതായ കാഴ്ചപ്പാടിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ ഉള്ളതിനെയൊക്കെ തിരിച്ചറിയാൻ എനിക്ക് കഴിയണം. എനിക്ക് എന്റെ കാഴ്ച ശരിക്ക് കിട്ടണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങനെയുള്ള പ്രാർത്ഥനയാണ്. കർത്താവിന് സ്തോത്രം. ആ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. കർത്താവിന് സ്തോത്രം. വ്യത്യാസം ഉണ്ടാകണം. ഹല്ലേലൂയ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. ഹല്ലേലൂയ. ഇവിടെ ഈ വേദഭാഗത്തിലും ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഹല്ലേലൂയ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, അവർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുക, അവർ എന്റെ നാമമാണ് അവരെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ, രണ്ടാമത് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങൾക്ക് പറയുന്ന പേര് ബുക്ക് ഓഫ് കവനന്റ് എന്നാണ്. ഉടമ്പടിയുടെ പുസ്തകം. 20-ാം അധ്യായത്തിൽ കൽപ്പനകൾ പറഞ്ഞതിന് ശേഷം അതിന്റെ 20-ന്റെ 22 മുതൽ ഈ 23-ാം അധ്യായം വരെയുള്ള വേദഭാഗങ്ങൾ ഉടമ്പടി. കർത്താവ് ആദ്യം കൽപ്പന പറഞ്ഞു, 10 കൽപ്പന. ആ 10 കൽപ്പന എബ്രായ ഭാഷയിൽ വായിച്ചാൽ ഈ ഓരോ കൽപ്പനയും ഒറ്റ വാക്കാണ്. അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വന്നപ്പോൾ ഒരു സെന്റൻസ് ആയിട്ട് അത് നീണ്ടു.
അവരുടെ രീതി, അവരുടെ ഭാഷയ്ക്കും ആ പ്രത്യേകതയുണ്ട്. അതിനകത്തിലെ നിഗേഷനും വെർബും സബ്ജക്റ്റും എല്ലാം കൂടെ ഒറ്റ പദമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ചുരുക്കമാണ്. മലയാളത്തിൽ എഴുതിയേക്കുന്ന പോലെ, അല്ലെ മലയാളത്തിൽ കുല ചെയ്യരുത് എന്ന് 2 വാക്ക്, അല്ലെങ്കിൽ അത് എബ്രായ ഭാഷയിലാണ് കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്ന് പറയാം. മലയാള ഭാഷയിൽ അതുപോലെ പറയാൻ പറ്റും. മോഷ്ടിക്കരുത് എന്ന് പറയുന്ന പോലെ ഒറ്റ വാക്ക് അരുത് എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഉടമ്പടി ചെയ്യാൻ പോവുക ദൈവജനം. ആ ഉടമ്പടിയാണ് 23-ാം അധ്യായത്തിന് ശേഷം നമ്മൾ കാണുന്നത്. കർത്താവിന്റെ ജനമെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യുക. എന്നാൽ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പായിട്ട്, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ പ്രമാണം, ഹല്ലേലൂയ, ആ പ്രമാണം പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പ്രമാണം, സ്തോത്രം, ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് വേണം നിന്റെ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നതിന് വേണ്ടി നീ ഒരുക്കപ്പെടാം. കർത്താവിന് സ്തോത്രം. അതിനകത്തിൽ ഒത്തിരി കാര്യം 21-ാം അധ്യായം തൊട്ട് 22, 23 കുടുംബകാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, സാമൂഹ്യ കാര്യങ്ങൾ, മാർക്കറ്റിലെ കാര്യങ്ങൾ, ദൈനംദിന ഇടപാടിന്റെ കാര്യങ്ങൾ, അവരവരുടെ വസ്തു സംബന്ധമായ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ദൈവം പറഞ്ഞതിന് ശേഷം 23-ാം അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് പറയുമ്പോൾ അവിടെ തുടങ്ങുന്നത് വ്യാജ വർത്തമാനം പറയരുത്, കള്ളസാക്ഷിയായിരിക്കുവാൻ ദുഷ്ടനോട് ചേരരുത്. അപ്പോൾ ദൈനംദിന ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ ദൈവത്തോട് നിനക്ക് ഉടമ്പടി ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ജീവിതത്തെ ക്രമീകരിച്ചിട്ട് വേണം ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ. എന്നിട്ട് അടുത്ത കാര്യം പറയുക, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. അതിന്റെ ഇംഗ്ലീഷിൽ യു ഷാൽ നോട്ട് ഫോളോ ദ മാസസ് ഇൻ ഡൂയിങ് ഈവിൾ, nor shall you testify in a dispute to see as to turn aside after a multitude in order to pervert justice. ബഹുജനപക്ഷം ചേരരുത്, ബഹുജനപക്ഷം ചേരരുത്. ദൈവത്തിനോട് പറഞ്ഞിരിക്കുക, നീ ബഹുജനപക്ഷം ചേരരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നാട്ടു നടപ്പിന്റെ ഭാഗം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ ഒറ്റയ്ക്ക് നിൽക്കുന്നവനായിരിക്കണം. അതാണ് പറഞ്ഞതിന്റെ സാരം. അല്ലെ നമ്മുടെ നാടൻ ഭാഷ ഒന്നുകൂടെ പറഞ്ഞാൽ, നീ നട്ടലുള്ളവനായിരിക്കണം ദൈവവേദനായിരിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ നിനക്ക് ദൈവവേദനായിരിക്കാൻ സാധ്യമല്ല. ബഹുജനത്തിന്റെ രീതികളൊന്നും നിന്നെ കേറി പിടിക്കരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബഹുജനത്തിന്റെ അല്ലെങ്കിൽ നാട്ടിലെ പൊതുജനത്തിന്റെ രീതികളൊക്കെ നിന്റെ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നിന്നെ സഹായിക്കത്തില്ല. ഉടമ്പടി ചെയ്താലും നീ നിലനിൽക്കത്തുമില്ല. നിങ്ങൾ നോക്കിക്കോ, ഈ സമ്മറിൽ ഒരു പെൺകൊച്ച് ആ പട്ടണത്തിലെ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന പോലെ ഒരു 50 വർഷം മുമ്പ് ഇവിടെ അതേ പോലെയുള്ള ഒരു പെൺകൊച്ചി യാത്ര ചെയ്തായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ ആ കൊച്ചിനെ വെറുതെ വിടുമായിരുന്നു. ഇന്ന് വസ്ത്രം ധരിച്ചേക്കുന്ന പോലെ അന്ന് ധരിച്ചായിരുന്നെങ്കിൽ ഈ നാട്ടിലെ അക്രൈസ്തവരായ ആളുകൾ ആ കൊച്ചിനെ വെറുതെ വിടുമായിരുന്നു. ഞാൻ പറയാ, വിടത്തില്ല. 50 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ. ഇന്ന് അത് ആർക്കും ഒരു പ്രശ്നമല്ല. കാരണം എന്താണ്? അത് ബഹുജന പക്ഷം, പൊതുജനങ്ങളുടെ രീതിയായിട്ട് അത് മാറി. ഒരാൾ ചെയ്തു, 4 പേര് ചെയ്തു, 10 പേര് ചെയ്തു, പൊതുവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ കുഴപ്പം മനുഷ്യർക്ക് പൊതുവെ അങ്ങ് മാറി. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞേക്കുന്നത്, നീ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, സ്വർഗത്തിലെ ദൈവത്തിന് പറയും, എന്റെ
എന്റെ ജനം ബഹുജന പക്ഷം ചേരരുത്. ഒറ്റയ്ക്ക് നിൽക്കുന്നയാളായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആയാലേ എന്റെ ജനമാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നീ വഴിയിൽ, കാരണം നീ എന്റെ ജനമാണ്, നീ എന്റേതാണ്, നീ ബഹുജനത്തിന്റെ ഭാഗമല്ല, നീ എന്റേതായത് കൊണ്ട് നിന്റെ വഴിയിൽ ഞാൻ നിനക്ക് മുന്നേ നടക്കാൻ എന്റെ ദൂതനെ ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോയിന്റ്മെന്റ് എടുക്കുകയൊന്നും വേണ്ട, അതിന് പ്രത്യേക കാര്യമൊന്നും ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? എന്റെ വഴിയിൽ നീ നടക്കുമ്പോൾ നിനക്ക് മുമ്പേ എന്റെ ദൂതൻ ഉണ്ടായിരിക്കും. പക്ഷെ അതിനെന്ത് വേണം? മുമ്പേ പറഞ്ഞത് നിന്റെ കണ്ണ് തുറന്നതായിരിക്കണം. മുമ്പേ പോന്ന ദൂതന്റെ പുറകെ പോകാനുള്ള കണ്ണു തുറന്ന ആളായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ മക്കളോട് പറയും, എന്റെ മക്കളെ, നിങ്ങൾ ബഹുജനപക്ഷം ചേരരുത്. അത് ആത്മീക കാര്യത്തിലായാലും ആരാധനാ കാര്യത്തിലായാലും ലോകത്തിലെ ജോലിയുടെയും രീതികളുടെയും സംസ്കാരത്തിന്റെയും കാര്യത്തിലായാലും ദൈവം തന്നെ ജനത്തോട് പറയുകയാണ്, ബഹുജനപക്ഷം ചേരരുത്. നീ ഒറ്റയ്ക്ക് നിൽക്കുന്നവനായിരിക്കണം, നിനക്കതിനുള്ള ഉറപ്പുണ്ടായിരിക്കണം. കർത്താവിന് സ്തോത്രം. നമുക്കങ്ങനെ നിൽക്കാൻ കഴിയണം എപ്പോഴും. നമ്മൾ ബഹുജനപക്ഷം ചേരരുത് എന്ന് അവിടെ പറയും, പ്രത്യേകം പറഞ്ഞിരിക്കുക. ബഹുജനം എന്ന് പറയുന്നത് തെറ്റിപ്പോകുന്നവരുടെ സംഘത്തിന്റെ പേരാണ് വേദപുസ്തകത്തിൽ. ഹല്ലേലൂയ. യെശയ്യാ 5:14 എന്ന് വായിച്ചാൽ, വായിച്ചേ. ഐസായ 5:14. അവിടെ തൊണ്ട തുറന്ന് സ്തോരമായ വായു പറഞ്ഞിരിക്കുക. അത് ബഹുജനമാണ്. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നിങ്ങനെ വിസ്താരമായ വാ തുറന്നിരിക്കുക. യേശുക്രിസ്തു അത് തന്നെ കർത്താവിന്റെ സെർമൺ ഓൺ ദ മൗണ്ടിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ്. കർത്താവിന് സ്തോത്രം. 1 യോഹന്നാൻ 5:19 സർവ ലോകവും എന്ന് വായിച്ച്. 1 യോഹന്നാൻ 5:19. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം ഈ വാക്കുകളെയൊക്കെ പറഞ്ഞിട്ട് ദൈവപൈതലോട് പറയുക, ദൈവപൈതലേ, നീ ഈ സർവലോകത്തിന്റെ പരിധിയിൽ പെടുന്നയാളായിരിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ജീവിതത്തിന്റെ ഒരുപാട് സമയങ്ങളിൽ അതുകൊണ്ട് ഒത്തിരി നിന്നയേക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഇവാഞ്ചലിക്കൽ സെമിനാരിയാണ് UBS പൂനായിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സെമിനാരിയാണ്. പക്ഷെ അവിടുത്തെ എന്നെ അധ്യാപകര് എന്നെ ഞങ്ങൾ നല്ല സ്നേഹിതരാണ്. അതിന്റെ പ്രിൻസിപ്പലായിരുന്ന അത്യാൽ സാർ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇമെയിലും കോണ്ടാക്റ്റും ഉണ്ട്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ അന്ന് നാട്ടിലുള്ളപ്പോൾ വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ലോക പ്രശസ്തനായ ഒരു മനുഷ്യനാണ്. അതേപോലെ അന്നുള്ള ആളുകളുമായിട്ട് അധ്യാപകരുമായിട്ടല്ല എനിക്ക് നല്ല ബന്ധം. ഇപ്പോഴും എവിടെ പോയാലും ബിഷപ്പുണ്ട്, അദ്ദേഹം എവിടെ വന്നാലും എന്നെ വിളിച്ചിട്ട് ഇത് പുള്ളി പോകുന്നു. ആരാധന പേര് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നല്ല ആ പഴയ അധ്യാപക ബന്ധം. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോഴും അവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ്, യു ആർ നാരോ മൈൻഡഡ്. അപ്പൊ
ഞാൻ അവരോടെല്ലാം ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യെസ്, ഐ ആം പ്രൗഡ് ദാറ്റ് ഐ ആം എ നാരോ മൈൻഡഡ് പേഴ്സൺ. സ്തോത്രം. ഞാൻ ജനത്തിന്റെ കൂടെ നിൽക്കുന്ന ആളല്ല. എന്നാൽ അപ്പോൾ തന്നെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, അവിടെ പഠിക്കാനായിട്ട് പോയ ഒന്നാമത്തെ വർഷം ക്ലാസ്സുകാരെല്ലാരും കൂടെ ഒരു കംപ്ലൈന്റുമായിട്ട് രജിസ്ട്രാറുടെ ഒക്കെ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്ന ആളല്ല, ഇതിനകത്ത് ചേരുന്ന ആളുമല്ല, എനിക്കിത് നിങ്ങളോട് താല്പര്യമില്ല, നിങ്ങൾ ഇതിന് പോകാതിരിക്കുന്നതാണ് എന്റെ താല്പര്യം. അല്ല, അവർ പറഞ്ഞില്ല, നമുക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ പോകുന്ന ആളല്ല, പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു അംഗം ഞാൻ ആയതുകൊണ്ട് നിങ്ങളെ ഒഫൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനും നിങ്ങൾക്കെതിരെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സമൂഹത്തിന്റെ ഭാഗമായിട്ടേ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായ ഒരു വീക്ഷണം ഉണ്ടായിരിക്കുകയും ആ വീക്ഷണം സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളായിരുന്നാൽ മാത്രമേ ഈ ഉടമ്പടിയുടെ ആളായിട്ട് നമ്മൾ നിൽക്കുന്നുള്ളൂ. അവിടെ കർത്താവ് 24-ാം അധ്യായത്തിൽ ഇസ്രായേലുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടാൻ പോകുന്നതിനും പറയുകയാണ്, നീ ബഹുജനപക്ഷം ചേരരുത്. ഹല്ലേലൂയ. നീ ബഹുജനപക്ഷം ചേരരുത്, നാട്ടുനടപ്പിന്റെ ഭാഗമായിട്ടിരിക്കരുത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളോടെ പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രമാണത്തിൽ, നിന്റെ ഓരോ ദിവസത്തെ കാര്യങ്ങള്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനെ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അങ്ങനെയുള്ളവരോട് പറയാം, നിന്റെ വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നിന്റെ വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. നിന്റെ വഴിയുടെ പ്രത്യേകത, നിന്റെ വഴിയിൽ നിനക്ക് മുമ്പേ ഒരുത്തൻ നടന്നിട്ടാണ് നിന്നെ നടത്തുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു ഊഹാപോഹം പറഞ്ഞതല്ല, ഇത് വേദപുസ്തകം മുഴുവനും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവ പൈതലേ, നിന്റെ വഴിയിൽ നിനക്ക് മുമ്പേ ഒരുത്തൻ നടന്നാണ് നിന്നെ നടത്തുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ വഴിയിൽ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന്, ദൈവം നിയമിച്ച സ്ഥലം അവിടെ കൊണ്ടെത്തിക്കേണ്ടതിന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കുട്ടിച്ചാത്തനെ കിട്ടിയേക്കുന്ന പോലല്ല ഇത്. കുട്ടിച്ചാത്തനെ കിട്ടുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടന്ന ഇവിടെ വന്ന 6 മാസമായതേ ഉള്ളൂ. ഈ ഫിലദൽഫിയയിലെ 6 മാസത്തിനിടയ്ക്ക് കണ്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോ എന്റെ മനസ്സിലുണ്ട്. ഈ 6 മാസത്തിനിടയ്ക്ക് ഇവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടന്നു. പക്ഷേ ഇല്ല, നമ്മുടെ പ്രമാണത്തിൽ നാട്ടുകാർ പറയുന്നത് മുഴുത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്ന പോലെ അത്ഭുതത്തിന് 3 മാസത്തെ വില പോലും ഇല്ല. അതിനു മുമ്പേ പഴയപടിയായി കാണും. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനല്ല വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. നിനക്ക് ഞാൻ 1.5 ദിവസത്തേക്ക് ഒരു വിടുതൽ തരുമെന്നല്ല പറഞ്ഞേക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 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 ഇതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ നമ്മെ കാണിക്കുന്നത് നമ്മെ പഠിപ്പിക്കാനും ഉപദേശിക്കാനും വേണ്ടിയാണ്. നമുക്ക് തിരിച്ചറിവുണ്ടാകാനും കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടതുപോലെ നമുക്ക് ഗ്രഹിക്കാനും വേണ്ടിയാണ്. ഞാൻ നിന്നെ ഒരു നിയമിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അതാണോ? സ്തോത്രം. എന്നെ നിയമിച്ച സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം. ഹല്ലേലൂയ. ആ നിയമിച്ച സ്ഥലത്ത് എന്നെ എത്തിക്കുവാൻ എന്റെ വഴിയിൽ എന്നെ കാക്കേണ്ടതിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ നമ്മെ വഴിയിൽ കാക്കേണ്ടത്.
എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ വഴിയിൽ നമ്മെ കാക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. അത് അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. മഹാദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എന്നെ ഒരിടത്ത് എത്തിക്കാൻ വേണ്ടിയാണ് എന്റെ മുമ്പിൽ ദൈവം തന്റെ ദൂതനെ അയക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വഴിയിൽ എന്നെ കാത്ത് അവിടെ കൊണ്ടെത്തിക്കണം. ആരാധിക്കുന്ന ആ സങ്കീർത്തനക്കാരൻ ആരാധിക്കുമ്പോൾ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. കർത്താവിന് സ്തോത്രം. ഒരു വഴിയുണ്ട്. ആ വഴി ഒരു ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ദൂതനെ അയച്ചേക്കുന്നത്. നിന്റെ മുമ്പിൽ അയക്കുന്നു, നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കാൻ. അത് കാണാൻ നിന്റെ യാത്രയിൽ നിന്റെ കണ്ണു തുറന്നത് കണ്ടുകൊണ്ട് വേണം നീ യാത്ര ചെയ്യാൻ. കണ്ടോണ്ട് യാത്ര ചെയ്യണം. ഹല്ലേലൂയ. നിന്നെ വഴിയിൽ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച്, നീ അവനെ ശ്രദ്ധിച്ച്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എന്ത് വേണം? അതിനെന്താ വേണം? അതിനെന്താ വേണം? അതിന് ഈ കണ്ണും കണ്ണാടിയൊന്നും കൊണ്ടൊക്കത്തില്ലെന്നാ പറഞ്ഞു. നീ അവനെ ശ്രദ്ധിക്കണം. സ്തോത്രം. നീ അവന്റെ വാക്ക് കേൾക്കണം. ഹല്ലേലൂയ. രാവിലെ ദൂതൻ എന്റെ മുമ്പിൽ നടക്കുന്നു. ഓ, ദൂതന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൂതൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിക്കുന്നില്ലെങ്കിലും ഞാൻ ദൂതനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. ഹല്ലേലൂയ. നീ അവനോട് വിഘടിക്കരുത്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത് പൊതുജനത്തിന്റെ കൂടെ ചേരരുത്. സ്തോത്രം, ഹല്ലേലൂയ. നാട്ടുകാരെല്ലാം ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന കാര്യത്തിലും ദൈവവേദനയിൽ മനസ്സിലാക്കിക്കോണം. അതിനകത്ത് വലിയ കുഴപ്പം കിടപ്പുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പൊതുജനത്തിന്റെ പക്ഷം ചേരരുത്, മെജോറിറ്റിയുടെ പക്ഷം ചേരരുത്. ഹല്ലേലൂയ. ശമൂവേൽ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അബ്ശാലോമിന്റെ പിന്നാലെ ആളുകൾ പോവുകയും ദാവീദ് അങ്ങേക്കരയ്ക്ക് എത്തിച്ചേരുകയും ചെയ്ത് അബ്ശാലോമും സംഘവും ദാവീദിനെ നശിപ്പിക്കുവാനായിട്ട് പുറകെ പോകുന്ന സമയത്ത് ചോദിച്ചു ഹുശായിയോട്, അല്ലേ? ഹുശായിയോട് ചോദിച്ചു, നീ എന്താ ദാവീദിന്റെ പുറകെ പോകാത്തത്? അബ്ശാലോം ചോദിച്ചു. രാജാവും ജനങ്ങളും ഇസ്രായേലൊക്കെ എവിടാണോ ആൾക്കൂട്ടം എവിടാണോ അവിടാണ് ഞാൻ. ഇതുവരെ ദാവീദിന്റെ കൂടെ ആയിരുന്നു ആൾക്കൂട്ടം, അതുവരെ ഞാൻ ദാവീദിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ അബ്ശാലോമിന്റെ കൂടെ ആൾക്കൂട്ടം, അതുകൊണ്ട് ഞാൻ അന്നേരം അബ്ശാലോമിന്റെ കൂടെ. ഞാൻ പറഞ്ഞ ഒന്നും ശരിയല്ല. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്, ജനത്തിന്റെ കൂടെ ചേരരുത്. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യേക വഴി, അത് നമ്മുടെ വഴിയുടെ പേരാണ് തീർത്ഥയാത്ര. ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മെ കൊണ്ടെത്തിക്കാൻ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടക്കും. ഹല്ലേലൂയ. നിന്നെ ആ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്. നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുവീൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും.
ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യം തന്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തെ ദൈവമക്കൾ സേവിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ ദൈവത്തെ സേവിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ, ശിമോൻ, വായിച്ചാട്ടെ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞേക്കുക, ഇങ്ങനെയുള്ളതായ പ്രവാചക ഗണവും ഉപദേഷ്ടാക്കന്മാരുടെ ഒരു ഗണവും അന്ത്യോക്യയിലെ സഭയിൽ ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരുപവസിച്ചും ആരാധിച്ചു. രണ്ട് കാര്യം അവർ ചെയ്തു. അവരുപവസിച്ചു, അവര് ദൈവത്തെ ആരാധിച്ചു. പെന്തക്കോസ്തുകാരെ, എന്തോ ഈ അവിടെ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം? അവർ ഉപവസിച്ചു, അവർ ദൈവത്തെ ആരാധിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? ആരാധിച്ചെന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? Hallelujah. They ministered unto the Lord. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നു അല്ലേ? They ministered unto the Lord. അവര് കർത്താവിനെ ഉപവസിച്ചു ആരാധിച്ചു, അല്ലെങ്കിൽ ആ കർത്താവിനെ അവര് സേവിച്ചു. എങ്ങനെയാ? വന്നിരുന്ന് 2 പാട്ട് പാടി. അത് കഴിഞ്ഞിട്ട് 4 പേരെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ വന്നിരുന്നൊരു പ്രസംഗവും പ്രസംഗിച്ചു. അവസാനം അവര് ആമീൻ പറഞ്ഞ് പോയി. അങ്ങനല്ല അവിടെ പറഞ്ഞേക്കും. അവർ ഉപവസിച്ചും ആരാധിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം അവരുടെ ഇടയിൽ ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമുക്കും വേണ്ടത്. നമുക്ക് 2 പാട്ടോ 2.5 പാട്ടോ 3 പാട്ടോ പാടി, അല്ലെങ്കിൽ 1 പാട്ട് പാടിയാലും മതി, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5 പാട്ടൊക്കെ പാടണം. സ്തോത്രം. പാട്ടിന്റെ എണ്ണമോ കാര്യവുമല്ല വിഷയം. പിന്നെ എന്ത് വേണം? കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കണം. അവരുപവസിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ അവനെ ശ്രദ്ധയോടെ കേട്ട് അവന്റെ പിന്നാലെ പോകണം എന്ന് പറഞ്ഞിട്ട് പറയുക, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും, ഹല്ലേലൂയ, നിന്റെ ആഹാരം അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരിമാരെല്ലാം അടുക്കളയിൽ കയറി ആ കലത്തെ പിടിച്ച് സ്തോത്രം പറഞ്ഞിട്ട് പരിപാടി രാവിലെ തുടങ്ങാവും. അരി കഴുകിയിടാൻ നേരത്തും അതിനും സ്തോത്രം പറഞ്ഞുകൊണ്ട് വരണം. കാരണം ഇതെല്ലാം അനുഗ്രഹത്തിന്റെ വഴികളാണ്. അതേ മാത്രമല്ല പറഞ്ഞു, വെള്ളത്തെയും. നമ്മളെല്ലാം കുടിക്കുന്നത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. ഫിലദൽഫിയ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് തരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വെള്ളം. പക്ഷേ കർത്താവ് പ്രത്യേകം പറഞ്ഞേക്കുക, അവൻ നിന്റെ വെള്ളത്തെ, സ്തോത്രം, എല്ലാരും കുടിക്കുന്ന ആ ടാപ്പിലെ വെള്ളം, പക്ഷേ നീ അത് കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടാകും. എല്ലാരും കാശ്മീർ ഗാർഡനിലോ മറ്റേ അതിനപ്പുറത്തെ കടയിലെയോ അരിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നീ അത് ഉപയോഗിക്കുമ്പോൾ നിനക്ക് അതിനൊരു പ്രത്യേകത ഉണ്ടാകും എന്നാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കണം. സ്തോത്രം. കർത്താവിന് സ്തോത്രം. അതിനനുസൃതമായ രീതിയിൽ വേണം നമ്മുടെ പെരയ്ക്കകത്തെ ക്രമീകരണങ്ങൾ.
നമ്മുടെ പുറത്തെ ക്രമീകരണങ്ങളും അങ്ങനെ ആയിരിക്കണം. ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും 10 പേര് ചെയ്ത് 400 പേര് ചെയ്ത് ഫിലദൽഫിയക്കാരെല്ലാരും അങ്ങനെ പോയാലും ദൂതനെ അനുഗമിക്കുന്ന ദൈവവേദനയിലെ നീ നിന്റെ വഴിയിൽ തന്നെ നിൽക്കുന്നവനായിരിക്കണം. ഗേയബ്രാസാറിന്റെ ഇപ്പോഴത്തെ TS എബ്രാമിന്റെ മുറിക്കകത്തോട്ട് എന്നാൽ അവിടുത്തെ ആ പുള്ളി ഇരിക്കുന്നതിന് നേരെ ബാക്കിൽ തന്നെ 1969 പാസ്റ്റേഴ്സിന്റെ ഒരു ഫോട്ടോ വെച്ച. നിങ്ങൾ ആരെങ്കിലും പോവാണെങ്കിൽ ആ ഫോട്ടോയും ഇന്നത്തെ പാസ്റ്റർമാരുടെ ഫോട്ടോയും കൂടെ നോക്കണം. ഒരു വലിയ വ്യത്യാസം അതിനകത്ത്. ഞാനും അതിനകത്ത് പെടുന്ന ആളാണ്. ഞാൻ വേറെ ഒന്നുമല്ല. ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ ഫോട്ടോ 1968 തോന്നുന്നു. 68 ഒരു ചർച്ചിലെ ഇംഗ്ലീഷ് ചർച്ചിലെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഫോട്ടോ ഞാൻ കണ്ടു. ഇപ്പോഴത്തെ ഫോട്ടോയും കണ്ടു. ഭയങ്കര വ്യത്യാസം. കാരണം നാട്ടുനടപ്പനുസരിച്ച് പോകുന്നവരാണ് വിശ്വാസികളെല്ലാം. അതല്ലാതെ പോകുന്ന ഒരു ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. കർത്താവിന്റെ വചനം പറയുകയാണ്, നീയാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ആ ചുരുക്കം, ഒരു ശേഷിപ്പ്. കരിമരവും കരിവേലകവും ഒരു കുറ്റിയായി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. 4-ാം സങ്കീർത്തനം 5-ാം വാക്യം, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവീൻ. ഫിലദൽഫിയയിൽ ജീവിക്കുന്ന ദൈവമക്കളെ വേർതിരിച്ചിരിക്കുന്നു. മുന്നിൽ ദൂതൻ നടക്കുന്നു. ശ്രദ്ധയോടെ വാക്ക് കേൾക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ അടുക്കളക്കകത്തും ഈ കുടിക്കുന്ന ഗ്ലാസ്സിലും നിന്റെ കടുവുപാട്ടക്കകത്തും ആ ഉലുവാപ്പാട്ടക്കകത്തും ഒക്കെ എന്തുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകും. സ്തോത്രം. നാട്ടു നടപ്പ് പോലെ നടക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ, അതാണ് അനുഗ്രഹം. സ്തോത്രം. ഉപവസിക്കണം, പിന്നെ ആരാധിക്കണം. ഉപവസിക്കണം, ആരാധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് അനേക പെന്തക്കോസ്തുകാർക്ക്, ഈ സഭയിലുള്ളവർക്ക് തന്നെ ഉണ്ട് ഈ അന്യഭാഷ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നവർ ഈ സഭയിലുണ്ട്. പക്ഷെ ദയവായിട്ട് എന്നോട് അതിൻ്റെ അടുത്ത് പോവാ, എന്നോട് സംസാരിക്ക്. ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാത്ത ശാന്തമായിട്ടിരുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എന്തിനാണ് ഈ ദുരുപദേശം കൊണ്ട് നടക്കുന്നത്? ഈ പുസ്തകത്തിലുള്ളതെല്ലാം നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അത് വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചവരാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്നതെല്ലാമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നതാണ് അന്യഭാഷ കൊണ്ട് സത്യമാണ്. എന്നാൽ ഇന്നത്തെ പെന്തക്കോസ്തുകാരിൽ ഒത്തിരി പേരുടെ അന്യഭാഷ വല്ലാത്ത ഭാഷയാണ്. അപ്പൊ അതിന്റെ കാരണവും ഞാൻ പറയാം. കാരണം അവർക്ക് മലയാള ഭാഷ പോലും നേരെ പറയാൻ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അവരുടെ അന്യഭാഷ ശരിയാവുക. അവരവരുടെ മാതൃഭാഷ നേരെ ചൊവ്വേ പറയാത്തവരുടെ ഭാഷയൊന്നും ശരിയാകത്തില്ല. അവർ ദൂതന്റെ ഭാഷ പറഞ്ഞാലും അവർ ഏത് ഭാഷ പറഞ്ഞാലും ശരിയാകത്തില്ല. ആദ്യം നമ്മുടെ മാതൃഭാഷ പറയേണ്ട പോലെ പറയാൻ പഠിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് തെറ്റിച്ച് പറഞ്ഞിട്ട് ഇവിടുത്തെ സഭക്കാരെല്ലാരും കൂടി ഇരുന്ന് കർത്താവെ വിടുവിക്കണേ എന്ന് പറഞ്ഞാലും വിടുവിക്കത്തില്ല. ആദ്യം ആ തെറ്റിച്ചത് ശരിയാക്കണം. ഉച്ചാരണം തെറ്റിയതല്ല, ഉച്ചാരണം നേരെ ആക്കണം. നേരെയാക്കിയാൽ മാത്രം പോരാ. ഉച്ചാരണം തെറ്റിച്ച് ഫിലദൽഫിയയിൽ ആരോടൊക്കെ പറഞ്ഞോ അവിടെ എല്ലാം രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോയി തെറ്റിപ്പോയെന്ന് ക്ഷമിക്കണമെന്നും പറയുകയും വേണം. അത് കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. അതുകൊണ്ടാകണമെങ്കിൽ എന്ത് വേണം? കണ്ണു തുറക്കണം. ആദ്യം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. മുമ്പേ പറഞ്ഞ പോലെ ഇത്രയും നാളെ ഞാൻ ഈ വർഷം ആദ്യത്തെ തൂതി ഞാൻ പറഞ്ഞു കണ്ണീരൊഴുക്കണം. ഇത്ര നാളായിട്ട് ഒരു കണ്ണീരൊഴുക്കാത്ത എത്രയോ പേരുണ്ട്. ഈ കണ്ണൊക്കെ ഒന്ന് തെളിയട്ടെ.
ഇതൊന്ന് തുറന്നു വരട്ടെ, ഇത് ആദ്യം ഇതിന്റെ അക്ഷരികമായിട്ടൊന്നും തെളിയട്ടെ. കുറച്ചു നേരം ദൈവസന്നിധിയിൽ പോയിരുന്നത് കരഞ്ഞ്, ഹല്ലേലൂയ, ഒറ്റയ്ക്ക് ആ മുറിയുടെ മൂലയ്ക്ക് അവിടെ തന്നെ ഇരുന്ന് കുറച്ചു നേരം ഒന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ ഒറ്റയ്ക്കിരുന്ന് കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അങ്ങനെ ഇരുന്നിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് കർത്താവേ എന്നെ കണ്ണു തുറക്കണേ എന്ന് പറഞ്ഞ് എന്റെ കാര്യങ്ങളെ കാണാൻ എന്നെ സഹായിക്കണമേ, എനിക്ക് ശുദ്ധീകരണം വരുത്തണമേ, ശുദ്ധീകരണം വരുത്തണമേ, ശുദ്ധീകരണം വരുത്തണമേ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദം ശുദ്ധീകരണം വരുത്തണമേ, എനിക്ക് മാനസാന്തരം തരണമേ, എന്റെ കണ്ണു തുറക്കണേ. ഇതൊക്കെയാണ് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരാളോട് മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ അയ്യോ ഒരു മുഖഭാവം ഒന്ന് കാണണമായിരുന്നു. ആ പദം കേൾക്കുന്നതില്ല. പണ്ടാരായിട്ട് നമ്മുടെ നാട്ടിൽ എന്തോ ചതുർത്ഥിയോ എന്തോ കാണുന്നത് പോലെ. പക്ഷേ അത് അങ്ങനെ തന്നെയാണ്. ഞാൻ വിളിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുക, ഇന്ന് കാഹളം ധ്വനിച്ചാലും നമ്മൾ പോകുന്നവരാണെങ്കിൽ ശരി, ആ കാഹളം ധ്വനിക്കുന്നതിനും അരമണിക്കൂർ ഉണ്ടെങ്കിൽ അന്നേരവും മാനസാന്തരപ്പെട്ടോണം. യെസ്, അന്നേരവും മാനസാന്തരപ്പെട്ടോണം, അന്നേരവും കണ്ണു തുറക്കണം, പ്രകാശം പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജനം, സ്വർഗത്തിലെ ദൈവം പ്രത്യേകം പറയുക, മഹാദൈവം അങ്ങനെ എടുത്തു പറയണേ, എന്റെ ജനം, ഹല്ലേലൂയ, ഞാൻ നിനക്ക് മുമ്പ്, ഹല്ലേലൂയ, എന്റെ ദൂതനെ അയക്കും. കർത്താവിന് സ്തോത്രം. നീ കേൾക്കണം, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എന്താ പറയാ, നീ അനുഗ്രഹം തേടി അവിടെ എവിടെയും പോകണ്ട, നിന്റെ അടുക്കളയുടെ മൂലയ്ക്ക് തന്നെ ഞാൻ അനുഗ്രഹം. നീ അവിടെ എവിടെയും മണ്ണി പിടിച്ച് നടക്കണ്ട, നീ ഇരിക്കുന്നിടത്ത് തന്നെ, നീ കുടിക്കുന്ന വെള്ളത്തിനാക്കി, നീ കഴിക്കുന്ന ആഹാരത്തിനാക്കി എന്റെ അനുഗ്രഹവും രോഗശാന്തിയും വിടുതലും ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവമൊക്കെ ഒരു രോഗം വരുത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, വരും. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ ശരീരത്തിൽ എന്തെല്ലാം രോഗമുണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. എന്നെ നിയമിച്ച നിശ്ചയിച്ച സ്ഥലത്ത് എന്നെ എത്തിക്കുവാൻ ഈ